സ്റ്റാൻഡേർഡ് ഫോർമുല, ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഫോർമുലകളാണ് ഇനി പറയാൻ പോകുന്നത്. ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഫോർമുലകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. ഇതിന്റെ ആൻസർ എൻ എ റേസ് ടു എൻ മൈനസ് 1 ആണ്. അത് എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഇസ് എൻ എ റേസ് ടു എൻ മൈനസ് 1. എഴുതല്ലേ. അപ്പൊ ഇത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് എക്സ് മൈനസ് എനെ വൈ എന്ന് അങ്ങോട്ട് വിളിക്കാൻ പോകും. പുതിയ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുണ്ടാക്കി. എക്സ് മൈനസ് എനെ വൈ എന്ന് വിളിക്കുമ്പോ എക്സ് ടെൻസ് ടു എ ആവുമ്പോ വൈ ടെൻസ് ടു എന്തായി മാറി? 0 ആയി മാറി. y ടെൻസ് ടു എന്തായി മാറി? 0 ആയി മാറി. ബൈ ദ വേ x is equal to a കൊടുക്കുമ്പോ ന്യൂമറലിൽ കൊടുക്കുമ്പോ എന്താണത്? 0/0 ഫോം ആണ്. ആണോ? x is equal to a കൊടുക്കുമ്പോ 0/0 ഫോം ആണ്. ആക്ച്വലി ഡിവൈഡ് ചെയ്യാം. നമുക്ക് ലോങ് ഡിവിഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. പക്ഷെ ഡിവിഷനേക്കാൾ ഇത്തിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇല്ലേ, അതുവഴി ഇതിന്റെ ആൻസർ കിട്ടും. പക്ഷെ ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ട് പഠിക്കണം. ഫാക്ടറൈസേഷന് പുറമെ വേറൊരു മെത്തേഡ് ഞാൻ പറയാൻ പോകുന്നത്. എക്സ് മൈനസ് എ വൈ എന്ന് കൊടുത്താൽ എക്സ് ടെൻസ് ടു എ ആവുമ്പോൾ വൈ ടെൻസ് ടു 0 ആണ്. ദിസ് പ്രോബ്ലം ബിക്കംസ് ലിമിറ്റ് വൈ ടെൻസ് ടു 0 എ പ്ലസ് വൈ ഹോൾ റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എന്താണ്? വൈ. ഇനിയും നമ്മുടെ 0/0 ഫോം ഇപ്പൊ പോയോ? ഇല്ല. എവിടെ പോവാൻ? y is equal to 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ 0 ആണ്, ഡിനോമിനേറ്ററിൽ എന്താണ്? 0 ആണ്. ഇപ്പോഴും എന്താണ്? 0/0 ഫോം ആണ്. പക്ഷേ ഇപ്പൊ നമുക്ക് വൈനെ ക്യാൻസൽ ചെയ്ത് കളയേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ വൈനെ ക്യാൻസൽ ചെയ്ത് കളയാൻ ആ ന്യൂമറേറ്ററിലെ എ പ്ലസ് വൈ ഹോൾ റേസ് ടു എൻ കാണുന്നില്ലേ, അവിടെ എന്ത് ചെയ്യാം? നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കാം. എ പ്ലസ് വൈ ഹോൾ റേസ് ടു എന്നിലെ ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിക്കാം. ഇപ്പൊ എന്തായി? ലിമിറ്റ് വൈ ടെൻസ് ടു 0 എ പ്ലസ് വൈ ഹോൾ റേസ് ടു എന്നിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? എ റേസ് ടു എൻ പ്ലസ് nc1 a raised to n minus 1 y plus nc2 a raised to n minus 2 y square അങ്ങനെ പോകുന്നു. അവസാനത്തെ ടേം y raised to n ncn y raised to n minus a raised to n divided by എന്താ വരാൻ പോണത്? y. അപ്പൊ എ റേസ് ടു എൻ ക്യാൻസൽ ആയി പോയില്ലേ? ബാക്കിയുള്ള എല്ലാ ടേമിലും വൈ ഇല്ലേ? വൈ ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? അതിനുശേഷം 0/0 ഫോം പോയി. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡയറക്റ്റ് y is equal to 0 കൊടുക്കാം. എന്താ ചെയ്യാൻ പോണത്? ഞാൻ എ റേസ് ടു എൻ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഡിനോമിനേറ്ററിലെ y എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. അതിനുശേഷം y ടെൻസ് ടു 0 ആണ്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ ഫൈനലി ആൻസർ എന്താ വരാൻ പോണത്? nc1 a raised to n minus 1 അഥവാ na raised to n minus 1. കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ കണ്ട ക്വസ്റ്റ്യനുകളിൽ തന്നെ ഇതേ എക്സാം മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ എക്സ് മൈനസ് 2. നമ്മളെ ഏറ്റവും അധികം കണ്ട ക്വസ്റ്റ്യനാ. ഫോർമുല ഡയറക്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, എന്താ ആൻസർ? 2 into n raised to n minus 1 2 into 2 raised to 2 minus 1. ആൻസർ എന്താ? 4. പിടിയില്ലേ? ഇനി നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓവർ 1 plus x minus 1 by x ആയിരുന്നില്ലേ? x റൂട്ട് ഓവർ 1 plus x minus 1 by x. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ എക്സ് പ്ലസ് 1 y എന്ന് വിളിക്കാൻ പോവാം. എക്സ് പ്ലസ് 1 എന്ത് വിളിക്കാൻ പോവാ? y എന്ന് വിളിക്കാൻ പോവാ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായി മാറി? ലിമിറ്റ് y ടെൻസ് ടു 1. ഈ ക്വസ്റ്റ്യൻ എന്തായി നോക്കി? y റേസ് ടു ഹാഫ് മൈനസ് 1 എന്ത് ചെയ്യാം? നമുക്ക് 1 റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ എക്സിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y മൈനസ് 1. ഓക്കെ, ഇവിടെ ഇപ്പൊ n വാല്യൂ എന്താണ്? ഹാഫ് ആണ്. അപ്പൊ ആൻസർ എന്തായി വരാൻ പോണത്? n റേസ് ടു n മൈനസ് 1 ഹാഫ് ഇൻറ്റു n raised to n minus 1 1 raised to half minus 1. ആൻസർ എന്താ? ഹാഫ്. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഇപ്പൊ ഇത് ഈ മെത്തേഡ് ഡയറക്റ്റ് അറിയാമെങ്കിൽ, ഈ ഫോർമുല ഡയറക്റ്റ് അറിയാമെങ്കിൽ കുറെ പ്രോബ്ലംസ് ഒന്നെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടോ ചെയ്യാൻ പറ്റും.
ഓക്കെ, ശരി നോട്ട് ചെയ്യും. ഇനി നോക്കിയേ, നെക്സ്റ്റ് രണ്ടാമത്തെ ലിമിറ്റ് x tends to 0 sin x by x. This is equal to 1. Limit x tends to 0 sin x by x is equal to 1. ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഇതെങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യാൻ വെച്ചാൽ സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ് നമുക്ക് ഇപ്പൊ പഠിക്കാനില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗിനൊക്കെ പോയാൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സൈൻ എക്സ് ബൈ എക്സ് ഒക്കെ. അപ്പൊ നമ്മളിത് അതിന്റെ ഗ്രാഫ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ് നോക്കൂ. ഈ ഗ്രാഫിലെ ഓഫ് കോഴ്സ് സീറോയില് ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടോ? സീറോയില് ഫംഗ്ഷന്റെ വാല്യൂ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അവിടെ ഹോളാണ് വേണ്ടത്. കമ്പ്യൂട്ടർ വരയ്ക്കുമ്പോൾ ഇത് കാണിക്കില്ല. സീറോയില് ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ് ബൈ എക്സ് എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഇനി സീറോയുടെ തൊട്ട് ലെഫ്റ്റിലും റൈറ്റിലും വാല്യൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്രോച്ചിങ് വാട്ട്? 1. 1ലേക്കാണ് വാല്യൂ പോണത്. കണ്ടോ? 1ലേക്കാണ് പോണത്. അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഫിസിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? സൈൻ എക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എക്സ് വെനെവർ എക്സ് ഇസ് വെരി വെരി സ്മോൾ. സീറോന്റെ അടുത്തുള്ള വളരെ ചെറിയ വാല്യൂ ആകുമ്പോൾ സൈൻ എക്സ് വാല്യൂ എക്സ് വാല്യൂ എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ സീരീസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ് മനസ്സിലാക്കുക. സൈൻ എക്സ് ബൈ എക്സിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക. എക്സ് ഇസ് ഈക്വൽ ടു സീറോയിലെ ഫംഗ്ഷൻ വാല്യൂ ഡിഫൈൻഡ് അല്ല. സീറോന്റെ ലെഫ്റ്റ് നൈബർഹുഡിൽ നിന്നും റൈറ്റ് നൈബർഹുഡിൽ നിന്നും നോക്കുമ്പോൾ വാല്യൂസ് ടെൻഡിങ് ടു വാട്ട്? 1. ഓക്കെ, അപ്പൊ സൈൻ എക്സ് 1 ആവാൻ പറ്റുമോ? സോറി, സൈൻ എക്സ് എക്സ് ആവാൻ പറ്റുമോ? സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആവാൻ പറ്റുമോ? പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു എപ്പോ? എക്സ് ഇസ് ഈക്വൽ ടു പറയ പൊട്ടന്മാരെ, സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആവുന്ന എപ്പോഴാ? എക്സ് ഇസ് ഈക്വൽ ടു 0-ല്. സൈൻ എക്സ് ബൈ എക്സ് 1 ആവാൻ പറ്റുമോ? പറ്റില്ല. സൈൻ എക്സ് ബൈ എക്സ് എന്താവില്ല? 1 ആവില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. അതാണ് ഫംഗ്ഷൻ വാല്യൂ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസം. സൈൻ എക്സ് ബൈ എക്സ് ഒരിക്കലും എന്താവില്ല? 1 ആവില്ല. എന്നാൽ സൈൻ എക്സ് ബൈ എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ എക്സ് ടെൻസ് ടു 0-ല് എന്തായിരിക്കും? 1 ആയിരിക്കും. പിടി കിട്ടിയോ? അപ്പൊ സൈൻ എക്സ് ഇൻഫാക്ട് ഇസ് ഓൾവേസ് ലെസ് ദാൻ എക്സ്. ഗ്രാഫ് നോക്കിയാൽ മതി. സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എപ്പോഴും 1-നേക്കാളും താഴെയാണ്. എക്സെപ്റ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 സൈൻ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സൈൻ എക്സ് ബൈ എക്സ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. സൈൻ എക്സ് ബൈ എക്സ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. സൈൻ എക്സ് ബൈ എക്സ് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. സൈൻ എക്സ് ബൈ എക്സ് 1 ആവുമോ? എന്താ ഒരു സംശയം? സൈൻ എക്സ് നീ തിരിഞ്ഞോക്കണ്ട. സൈൻ എക്സ് ബൈ എക്സ് 1 ആവുമോ? ലിമിറ്റ് വാല്യൂ 1 ആവും. സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താവില്ല? 1 ആവില്ല. കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഗ്രാഫിന് ക്ലിയർ ആണ്. സൈൻ എക്സ് ബൈ എക്സിന്റെ ലിമിറ്റിംഗ് വാല്യൂ 1 ആണ്. വാല്യൂ ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫൈൻഡ്. കാരണം അതെന്ത് ഫോമിലാണ്? 0/0 ഫോമിലാണ് കിടക്കുന്നത്. ശരി, ഇതല്ലാതെ സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യാൻ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന വഴിയൊക്കെ ഉണ്ട്. NCERT-കാർ ചെയ്യുന്നത് പോലെ. NCERT-കാർ ചെയ്യുന്നത് സാൻഡ്വിച്ച് തിയറം ഒക്കെ ഉപയോഗിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ചെയ്യുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഗ്രാഫ് വരച്ചാൽ ക്ലിയർ ആണ്. ഇറ്റ്സ് വെരി ഒബ്വിയസ്. ആൻഡ് ബൈ ദ വേ യു നീഡ് ടു ലേൺ ദിസ് ആസ് എ സ്റ്റാൻഡേർഡ് ഗ്രാഫ്. സൈൻ എക്സ് ബൈ എക്സ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചു വെക്കണം. നമ്മളിപ്പോ എത്രാമത്തെ മെത്തേഡ് നമ്മൾ പഠിക്കണേ? 6ാമത്തത് അല്ലെ? ഞാന് 6ാമത്തെ മെത്തേഡ് കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ 7-ലോട്ട് പോവുകയാണ്. കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലെ കുറച്ച് പ്രോബ്ലം ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പൊ 7ാമത്തെ മെത്തേഡ് യൂസിങ് ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. ലിമിറ്റ്സിന്റെ ആൾജിബ്ര. ഓക്കെ, അപ്പൊ ലിമിറ്റ്സിലെ ആൾജിബ്ര പറയുന്നത് എന്താ വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് സം ഫൈനൈറ്റ് ലിമിറ്റ് L1. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി എക്സ് സം സ്റ്റാൻഡേർഡ് ലിമിറ്റ് L2. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് പ്ലസ് ജി എക്സ് വിൽ ബി എന്തായിരിക്കും? L1 പ്ലസ് L2 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് മൈനസ് ജി എക്സ് എന്തായിരിക്കും? L1 മൈനസ് L2 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇൻറ്റു ജി എക്സ് വിൽ ബി എന്തായിരിക്കും? L1 ഇൻറ്റു L2 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ബൈ ജി എക്സ് വിൽ ബി
L1 by L2 ആയിരിക്കും as long as L2 is not 0. And limit x tends to a, k times fx will be k times L1. Okay. Then we note the algebra of limits. And the ചെറിയൊരു സംശയം, limit x tends to 0 sin x by x. Okay, ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, limit x tends to 0 sin x into 1 by x. So this is limit x tends to 0 sin x into limit x tends to 0 1 by x. Okay, ഈ സാധനം limit x tends to 0 sin x എന്താണ്, 0 ആണ്. ഇത് limit x tends to 0 1 by x വലിയൊരു നമ്പറിലേക്കാണ് പോകുന്നത്. ഓക്കെ, 0 into something going to infinity, അത് 0 അല്ലേ കിട്ടുക? ഇതെന്താ പ്രശ്നം? എത്ര വലിയ നമ്പർ വന്നാലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 0 അല്ലേ? എന്താ ഇതിലെ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ ഈ റൂള് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു ഫൈനൈറ്റ് ലിമിറ്റ് ആയിരിക്കണം. ഓക്കെ, ഓഫ് കോഴ്സ് ഇത് ഫൈനൈറ്റ് ലിമിറ്റ് തന്നെയാണ്, 0 തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഇതെന്തല്ല, ഫൈനൈറ്റ് ലിമിറ്റ് അല്ല. രണ്ടും ഫൈനൈറ്റ് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വായ തോന്നിയ പോലെ എഴുതാൻ പാടില്ല കേട്ടോ. ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം എടുത്തിട്ട് 0 into ഇൻഫിനിറ്റി, അപ്പൊ 0 ആണ് എന്ന് എഴുതാൻ പറ്റില്ല, മനസ്സിലാക്കുക. ഓക്കെ, ഫൈൻ. ഇൻഫാക്ട് നമ്മളിപ്പോ കാണും 0/0 ഫോമിലുള്ളതിന് ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറയാനുള്ള കാരണം തന്നെ എന്താണ്, 0/0 നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 0 ആയിട്ട് നമുക്ക് കിട്ടും, ചില സമയത്ത് 1 ആയിട്ട് കിട്ടാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫൈനൈറ്റ് നമ്പർ ആയിട്ട് കിട്ടാം, ചിലപ്പോൾ ഇൻഫിനിറ്റി കിട്ടാം. ഓക്കെ, 0/0 ഫോമിലുള്ള നമ്പറുകളെ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പല നമ്പേഴ്സിലേക്കാണ് അത് എത്താൻ പോണത്. ഓക്കെ, അത് നമ്മൾ എക്സാമ്പിൾ കാണും. ഇപ്പോ 0/0 ഫോമിലുള്ള ഒരു നമ്പർ കണ്ടു, ഏതാണത്, sin x by x, അത് 1ലേക്കാ പോയത്. മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ 0/0 ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, അതിന്റെ ഹാഫ് ആയിരുന്നു എന്റെ ആൻസർ. ഓക്കെ, പിന്നെ 0/0 ഫോമിലുള്ള ഒരെണ്ണത്തിന്റെ ആൻസർ എന്തായിരുന്നു, 4 ആയിരുന്നു. ഓക്കെ, ഇനി 0/0 ഫോമിൽ ഉണ്ടായിട്ടും ആൻസർ ഫൈനൈറ്റ് നമ്പർ അല്ലാത്ത വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഓക്കെ, 0/0 ഫോം ആയിട്ടും ഫൈനൈറ്റ് നമ്പർ ഇല്ലാത്ത ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 0/0 ഫോം ലിമിറ്റ് വാല്യൂറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 0 ആവാം, ചിലപ്പോൾ 1 ആവാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഫൈനൈറ്റ് നമ്പർ ആവാം, ചിലപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഒരു റിയൽ നമ്പറേ ആയിരിക്കും ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെയാണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റിയും 1/∞ ഒക്കെ സീന്. ഓക്കെ, നമുക്ക് കാണാം, എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ശരി, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ നമ്മള് 7ാമത്തെ മെത്തേഡ് ഇടയിൽ പറഞ്ഞുവെങ്കിലും, ആൾജിബ്ര ഓഫ് ലിമിറ്റ്സ് പറഞ്ഞെങ്കിലും, we are still on method number 6, which is using standard limits. ആ 6ലെ സെക്കൻഡ് മെത്തേഡ് നമ്മൾ പറഞ്ഞ എന്താണ്, sin x by x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം എഴുതാം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നോക്കിക്കേ. ലിമിറ്റ് x tends to 0 sin kx by x. ലിമിറ്റ് x tends to 0 sin kx divided by sin px. Limit x tends to 0 sin px minus sin qx divided by x. Limit x tends to 0 sin px minus sin qx divided by sin mx minus sin nx. ആൻസറുകൾ വേഗം പറഞ്ഞേ. ഓക്കെ, ഫസ്റ്റ് തന്നെ ആൻസർ എന്താ, ആൻസർ അവിടെ ഒരു കെ എക്സ്ട്രാ വന്നതുകൊണ്ടാണ് കെ എന്തായതെന്നല്ല കേട്ടോ. ശരിക്കും അതിന്റെ ലോജിക്ക് മനസ്സിലാക്കാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇതില് എന്താ കെ എക്സിന് വൈന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഓക്കെ, എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചുമ്മാ ഒരു കെ വന്നിട്ടുണ്ട്, അപ്പൊ അതായി മാറും ആൻസർ ഒന്നും വിചാരിക്കേണ്ട. കെ എക്സ് ഇസ് ഈക്വൽ ടു വൈ കൊടുക്കാം. കെ എക്സ് ഇസ് ഈക്വൽ ടു വൈ കൊടുക്കുമ്പോ എക്സ് ടെൻസ് ടു 0 ആയതുകൊണ്ട് എന്തായി മാറി, y ടെൻസ് ടു എന്താണ്, 0 ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ എന്തായി മാറി, ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ ഓഫ് y ഡിവൈഡഡ് ബൈ x എന്ന് പറഞ്ഞ സാധനം എന്തായി, y ബൈ k. അപ്പൊ k ഇങ്ങോട്ട് വന്നു. ഇനി k പുറത്തേക്ക് എടുത്താൽ ലിമിറ്റ് y ടെൻസ് ടു 0 സൈൻ ബൈ y. അപ്പൊ ആൻസർ ഇസ് k. കുഴപ്പമുണ്ടോ?
ഇനി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോമിലാക്കാൻ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തുകൊണ്ട് ചെയ്യുക? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ന്യൂമറേറ്റർ ലിമിറ്റ് കെ, ഡിനോമിനേറ്റർ ലിമിറ്റ് പി. ദി ആൻസർ ഇസ് കെ ബൈ പി. കുഴപ്പമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ സംതിങ് മൈനസ് സംതിങ് ഫോമിലായി, പി മൈനസ് ക്യൂ. കുഴപ്പമുണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പി മൈനസ് ക്യൂ ബൈ എം മൈനസ് എൻ. കൺഫ്യൂഷൻ ഉണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.